ഇടയ്ക്കൊക്കെ ഈ ഗാലറിയിൽ പോയിട്ട് നമ്മുടെ പഴയ ഫോട്ടോസും വീഡിയോസും കാണുന്നത് നല്ലൊരു പരിപാടി കേട്ടോ. ഇപ്പൊ എന്താ പരിപാടി, ഇനി അടുത്തെന്താ ചെയ്യാൻ പോണേ എന്നുള്ള നോർമൽ ആയിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റിനുള്ള ആൻസറിനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ആൻഡ് അതിന് ആൻസർ ചെയ്യാൻ ഇപ്പൊ നമ്മൾ ആയിട്ടില്ലെങ്കിൽ അതിന്റെ വിഷമത്തിലാണ് നമ്മൾ ഓരോ ദിവസം കടന്നു പോകാറ്. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു വർഷം ബാക്കിലത്തെ വീഡിയോസ് ഒക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ദൂരം വന്നിരിക്കുന്നു. മേ ബി നമ്മൾ വിചാരിച്ച ആ പോയിന്റിലായിരിക്കില്ല, പക്ഷെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒക്കെ നമ്മൾ കുറെ അധികം മാറിയിട്ടുണ്ടാവും. നമ്മൾ ഒരു കാര്യത്തിനെ നോക്കി കാണുന്ന രീതി ആയിക്കോട്ടെ, നമ്മുടെ കോൺഫിഡൻസ് ലെവലിലായിക്കോട്ടെ, അതിലൊക്കെ എന്തായാലും ഹ്യൂജ് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ഓൾസോ നമ്മൾ ആ ഗാലറിയിൽ നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ആരാ, നമ്മുടെ സർക്കിൾ ആരാ, നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫീസ് ആരോപ്പെടുത്തിട്ടുള്ളത് എന്നൊക്കെ റിയലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു കുഞ്ഞു സർക്കിളേ ഉള്ളൂ. അവരെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ നമുക്കും ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്നുള്ള റിയലൈസേഷനും കിട്ടും. പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവർ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്ട്രെസ് എടുത്ത് ഓടണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരില്ലേ? എനിക്കിപ്പോൾ അത് വന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഐ എം പ്രെറ്റി ഷുവർ നമ്മൾ ഗാലറിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ചിരി വരും, സങ്കടം വരും, മെമ്മറീസ് കുറെ ഹിറ്റ് ചെയ്യും. ആൻഡ് റിയലി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിവേ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ബൈ.